പ്രവർത്തകനും കോൺഗ്രസ് സഹയാത്രികനുമായ ശ്രീ എൻ ശ്രീകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, തരൂരിന്റെ ഈ പ്രസ്താവന വിവാദങ്ങൾ അവസാനിക്കില്ലേ? നോക്കൂ, നമ്മൾ ഡോക്ടർ ശശി തരൂർ ഏതെങ്കിലും വിഷയത്തിൽ നടത്തുന്ന പ്രതികരണങ്ങൾ എപ്പോഴും വിമർശന വിധേയമാക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ചില സമയങ്ങളിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ പാർട്ടിക്ക് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെതായ ഒരു ഇന്റർനാഷണൽ റിലേഷൻസിൽ താല്പര്യമുള്ള ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുന്നതൊന്നും അതിന് കോൺഗ്രസ് വിരോധമായിട്ട് കണക്കാക്കാൻ കാര്യമില്ല. ഇതിപ്പോ മോദിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഉക്രൈൻ റഷ്യ ബന്ധത്തിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതൊരു വിമർശന വിധേയമാകേണ്ട വിഷയമല്ല. പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹം എപ്പോഴും വിചാരിക്കുന്നത് അദ്ദേഹമാണ് ശരി എന്നാണ്. അങ്ങനെ ശരിയെന്ന് വിശ്വസിക്കുന്നത് തെറ്റൊന്നുമില്ല. ഒരു നയതന്ത്രജ്ഞ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യങ്ങൾ കാണും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഒരു ചെറിയൊരു കാര്യമുണ്ട്. അദ്ദേഹം ആ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറി നിന്നേക്കുക. അത് എം പി ആയിട്ട് അദ്ദേഹം സംസാരിച്ചിട്ട് കുഴപ്പമില്ല. വർക്കിംഗ് എന്ന് വെച്ചാൽ നയരൂപീകരണ സമിതിയാണ്. അപ്പൊ നയരൂപീകരണ സമിതിയിലുള്ള ആള് വർക്കിംഗ് കമ്മിറ്റി നയം രൂപീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നത് പരസ്യമായി പറയുന്നത് തെറ്റാണ്. പക്ഷേ ഈ വിഷയത്തില് നമ്മൾ എല്ലാ വിഷയത്തിലും ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അമിതമായി ഇങ്ങനെ ഇപ്പൊ കേരളത്തിലെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട് കണക്കുകളുടെ കാര്യത്തില്. അതുപോലെ വേറെ ചില വിഷയങ്ങളില് ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ അദ്ദേഹം നടത്തിയത് തെറ്റായിരുന്നെന്ന് കോൺഗ്രസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ഈ ഇന്റർനാഷണൽ അന്താരാഷ്ട്ര ചില തീരുമാനങ്ങളിലൊക്കെ അദ്ദേഹത്തിന് അഭിപ്രായം പറയാനിങ്ങനെ വെമ്പൽ കൊള്ളുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ വെമ്പൽ കൊള്ളുന്നത് തെറ്റൊന്നുമില്ല. കാരണം അദ്ദേഹം അന്തിമമായിട്ട് അദ്ദേഹം ഡിപ്ലോമാറ്റ് ആയതുകൊണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഈ പരമോന്നത സമിതിയിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുകയാണ് വേണ്ടത്. അത് അദ്ദേഹം പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അങ്ങ് തെറ്റിദ്ധരിച്ചാണ്. ഞങ്ങൾക്കൊരു വിമർശനവുമില്ല അല്ലെ? തരൂർ പറയുന്നത് പാർട്ടിക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് എന്താണ്? ഇപ്പൊ കേട്ടിട്ടില്ല എന്നാണ് സംസ്ഥാനത്തിലെ നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത്. അതെ, സംസ്ഥാന പ്രസിഡന്റ് KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും പറയുന്നത് ഈ ശശി തരൂരിന്റെ പുതിയ അഭിപ്രായം ഈ ഒരു അഭിപ്രായ പ്രകടനത്തെ കുറിച്ച് കേട്ടിട്ടില്ല എന്നാണ്.